ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്പിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാമെന്ന്, അതായത് അതിൻ്റെ ചാർട്ടിൻ്റെ കൂടെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഞാനൊരു സ്റ്റോക്ക് എടുക്കുവാണെങ്കിൽ കിറ്റെക്സോറിനെ അതിൻ്റെ ചാർട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ചാർട്ടിൻ്റെ പേജ് ഓപ്പൺ ആക്കി. സാധാരണ ഒരു വിൻഡോ ഓൺ ആകുമ്പോൾ കറൻറ്റ് ലൈൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ കിടക്കുന്നത്. ആ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മാറ്റണമെങ്കിൽ ലൈൻ മാറ്റി ക്യാൻഡിൽസ്റ്റിക്കോ എന്തെങ്കിലും ആക്കണമെങ്കിൽ നമുക്കിത് ഇതാണ് ഓപ്ഷൻ അതിനുള്ള. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് ലൈൻ തന്നെ ആക്കി. ഓക്കെ, ഇതൊരു പുതിയതായിട്ട് ആപ്പ് എഞ്ചലോണ്ടത്തെ അക്കൗണ്ട് എടുക്കുന്നവർക്ക് വേണ്ടി ഉള്ള ആണ് ചെയ്യുന്നത്. സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ഇൻഡിക്കേറ്റേഴ്സൊക്കെ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ലിങ്ക് കിടക്കുന്നുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസിയായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എവിടെ എടുക്കുന്ന നോക്കാം. ഇവിടെ ഒരു കോളം കണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ്, ഇപ്പോൾ ഇത് തന്നെ ഏകദേശം ഒരു 10-40-50 മുകളിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാ ഇൻഡിക്കേറ്റേഴ്സും പഠിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ട്രേഡ് എടുക്കാൻ സാധിക്കില്ല. നമ്മളെടുത്ത് 1-2 ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പഠിക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം എല്ലാ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും അതൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ അനാലിസിസ് മാത്രമാണ് തരുന്നത്. അതുകൊണ്ടുള്ളൊരു ഫ്യൂച്ചർ പ്രിഡിക്ഷൻ ഇങ്ങനെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കില്ല. ഇപ്പോൾ 1-2 ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടിയും ഒരു ഐഡിയ കിട്ടും ഫ്യൂച്ചർ ഇതായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇൻട്രാഡേ ഒക്കെ എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്കെപ്പോഴും പറയാനുള്ള മൂവിങ് ആവറേജ് തന്നെയാണ്. കാരണം ഞാനതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഇൻഡിക്കേറ്റർ സെർച്ച് ചെയ്യും. നമുക്ക് ഈ സെർച്ചിൻ്റെ ബാർ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മാക്ഡി ആണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നമ്മളവിടെ ക്ലിക്ക് ചെയ്തു. മാക്ഡിന്ന് മാക്ഡി വന്നിട്ടുണ്ട്. നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഫാസ്റ്റ് ലെങ്ത് എത്രയാണോ സ്ലോ ലെങ്ത് എത്രയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എൻ്റർ ചെയ്യാൻ സാധിക്കും. 10 30 സ്ട്രെങ്ത് ലെങ്ത്ത് 10 തന്നെ നമുക്കങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ കൊടുക്കുക താഴെ. അപ്പോൾ അതനുസരിച്ചുള്ള മാക്ഡി ചാർട്ട് വരും. ഇപ്പോൾ നമുക്ക് വേണ്ട എന്നാണെങ്കിൽ ഇവിടെ ഈ ക്ലോസ് ചെയ്യാനുള്ള വിൻഡോ കിടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ വേറെ അടുത്ത ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ ഇൻഡിക്കേറ്റർ തന്നെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിലൂടെ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് മൂവിങ് ആവറേജ് ആണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഏറ്റവും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതാണ് മൂവിങ് ആവറേജ്. ഞാൻ സാധാരണ 10 days ആണ് ഫോളോ ചെയ്യുന്നത്. നമുക്കതിൻ്റെ സ്റ്റൈൽ പറഞ്ഞെങ്കിൽ അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. കളറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ശരിക്കും. ഓഫ്സെറ്റ് ഞാൻ 0 തന്നെ കൊടുക്കാറ്. അത് ഓക്കെ അടിച്ചു. ഇപ്പോൾ മൂവിങ് ആവറേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ 10 days എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മൂവിങ് ആവറേജ് കിടക്കേണ്ട ക്ലോസ് ചെയ്യുവാണ്. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ അകത്ത് ചാർട്ടുകളുള്ളത് 1 day, 5 day, 1 month എന്നാണ് ചാർട്ട് ഡേറ്റുകൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 10 days മൂവിങ് ആവറേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതാണ് ലൈൻ പോയേക്കുന്നത്. ഇതിന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 1 day മൂവിങ് ആവറേജ് 10 days ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ചാൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് ഹിസ്റ്ററിയാണ്. ഇതൊരു ഫ്യൂച്ചറാണ്. നമ്മൾ ഈ പോയിൻ്റാണ് നമ്മൾ നോക്കണമെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ സാധിക്കും ഈ 10 days ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചൊരു അപ് ട്രെൻഡ്. അപ്പോൾ നമുക്ക് അതനുസരിച്ചൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾ 1 day മാത്രമല്ല നോക്കേണ്ടത്, സാധാരണ 5 days നോക്കും. ഞാൻ 1 day, 5 day, 10 day ആണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ 5 days ഇതൊരു ക്ലിയർ ഇൻഡിക്കേഷനാണ്. ഇതിവിടെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ തിരിച്ചിങ്ങോട്ട് ബ്രേക്ക് ചെയ്തു. അതിൻ്റെ അർത്ഥം ഒറ്റയടിക്കൊന്നും ഇനി അത് തിരിച്ച് മുകളിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. അതുപോലെ എവിടെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് പിന്നെ ഒന്നും മുകളിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ടാർഗറ്റ് ചെയ്യാം എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ 239.5 അതിന് മുകളിൽ വിട്ട് പോയാലാണ് ഡേഞ്ചർ. അതിന് വിട്ടു പോകാതെ നമുക്കിപ്പോൾ ഇവിടെ എൻട്രി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ താഴേക്ക് വന്ന സമയത്ത് പിന്നെ നമുക്കൊരു തിരിച്ചൊരു റിവേഴ്സ് എൻട്രി ഷോർട്ട്സ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ബ്രേക്ക് ഇത്രയും വന്നപ്പോൾ നമുക്കൊരു ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏത് ഇൻഡിക്കേറ്റർ ആണെങ്കിലും നമുക്കൊരു 100% ഗ്യാരൻറ്റീഡ് റിസൾട്ട് തരത്തില്ല. പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് അടുത്ത ഫ്യൂച്ചർ എന്നുള്ള ഒരു ഐഡിയ കിട്ടും. കാരണം ഈ ഒരു സിറ്റുവേഷൻ നോക്കിയേ, ഇതിവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കാര്യം പറഞ്ഞാൽ, പക്ഷേ ഉടൻ തന്നെ റിവേഴ്സ് അടിച്ചു. അങ്ങനെയും കണ്ടീഷൻസ് വരാം. നമ്മളിപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തൊക്കെ ഒരു
മൂവിങ് ആവറേജൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ട്രെൻഡിൻ്റെ ഒരു ഫോഴ്സ് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സാധാരണ ചെയ്യണം, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോളിയം കൂടി ചെക്ക് ചെയ്യും. അപ്പോൾ വോളിയം കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മൊത്തത്തിലൊരു പോസിറ്റീവ് ട്രെൻഡ് ആവാനാണ് ചാൻസ് എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് 1 മന്ത് നോക്കിയാലും നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കുറച്ചൊരു മൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുവാണിത്, അങ്ങനെ കുറച്ച് നാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് പോയിന്റിലാണ് നമുക്ക് എടുത്താൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ കാണാൻ സാധിക്കും. അതിൻ്റെ ഫ്യൂച്ചർ നമുക്ക് അതിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഏത് ഇൻഡിക്കേറ്റർ എടുത്താലും അത് തന്നെയാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും എല്ലാ ഇൻഡിക്കേറ്ററും ഒന്നും പഠിക്കാൻ പറ്റുന്ന തരത്തില്ല. കാരണം ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. മൂവിങ് ആവറേജ് മോഡിഫൈഡ് ഉണ്ട്, മൂവിങ് ആവറേജ് മൾട്ടിപ്പിൾ ഉണ്ട്. അങ്ങനെ നമുക്ക് ഏതിനും ഒറ്റ ഇൻഡിക്കേറ്റർ നമ്മൾ തറവായിട്ട് മനസ്സിലാക്കി വയ്ക്കുക എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ നോക്കാമെന്നുള്ളത്. പിന്നെ വേറൊരു ഇൻഡിക്കേറ്ററിനെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നോക്കുക. ഞാനൊരു ട്രേഡ് എടുക്കുമ്പോൾ ആകപ്പാടെ നോക്കുന്നത് വോളിയം നോക്കും, 10 days മൂവിങ് ആവറേജ് നോക്കും, പിന്നെ ബേസിക്കലി അതിൻ്റെ സ്ട്രെങ്തും നോക്കും. ഈ 3 പാരാമീറ്റർ വെച്ച് തന്നെ പിന്നെ നമുക്ക് തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഒരു കമ്പനി തന്നെയാണ് ട്രേഡ് എടുക്കാറ്. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒരു നല്ലൊരു ഐഡിയാസും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ബ്രോക്കറാണ്. ഫസ്റ്റ് ഇയർ AMC ഫ്രീ ആണ്, ബ്രോക്കർ ഡെലിവറി എടുക്കുന്നതിന് ഫ്രീ ആണ്. AMC 1 year കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര റേറ്റ് അനുസരിച്ച് ₹20 + GST ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ച് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കണ്ട കേട്ടോ.